തറവാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി ഖൽബിലേറിയ സുൽത്താൻ. ജീവിതത്തിൻ ചോര ചിന്തിയ കഥകളോതിയ സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി ഖൽബിലേറിയ സുൽത്താൻ. മലയാള തറവാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി ഖൽബിലേറിയ സുൽത്താൻ. ഒരു മഹാസാഹിത്യകാരൻ ഒരു നാട്ടിലൂടെ ഒഴുകുന്ന പുഴ പോലെയാണ്. പുഴ നാടിനെ നനവുള്ളതാക്കുന്നു, അത് ഫലപുഷ്ടിയുള്ളതാക്കുന്നു. മഹാസാഹിത്യകാരൻ തന്റെ കൃതികൾ കൊണ്ട് സാഹിത്യത്തെ സമ്പന്നമാക്കുന്നു. ഭരണശേഷവും അദ്ദേഹത്തിന്റെ കൃതികൾ നിലകൊള്ളുന്നു. അങ്ങനെ അത്തരത്തിൽപ്പെട്ട ഒരു മഹാസാഹിത്യകാരനാണ് ബഷീർ. അദ്ദേഹത്തിന്റെ കൃതികളെ നാം പരിചയപ്പെടുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് അനുഭവപ്പെടും. ഒന്ന് ആഴത്തിന് അനുഭവപ്പെടും, രണ്ട് നമ്മെ അത് സ്വാധീനിക്കും. തന്നൊരു സുൽത്താൻ സ്വാതന്ത്ര്യ കുട്ടികൾക്കായി ആചാരമായ പഴമകഥകൾ എഴുതിയില്ല, മറിച്ച് നമ്മെപ്പോലുള്ള സാധാരണ മനുഷ്യരുടെ കഥകളാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് ആ കഥകൾ നമ്മളെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്നത്. ബാല്യകാലത്തിൽ പാത്തുമ്മയുടെ ആയ തുടങ്ങി ബഷീറിന്റെ പല കൃതികളും നമ്മൾ ഇപ്പോഴും വായിച്ചു. അദ്ദേഹത്തിന്റെ ഭാഷ എളുപ്പം മനസ്സിലാകുന്ന തരത്തിലായി അദ്ദേഹം നമ്മോട് ഒരു വലിയ പാഠം പറഞ്ഞു. സ്നേഹം വലിയ ശക്തിയാണ്, മനുഷ്യനെ മനുഷ്യനായി കാണുന്നത് സത്യത്തിൽ നിന്നും എഴുതുന്നു. നാം സ്കൂൾ കുട്ടികൾ ബഷീറിൽ നിന്നും പഠിക്കേണ്ടത് നല്ല കഥകൾ എഴുതാൻ മാത്രമല്ല, നല്ല മനുഷ്യൻ വളർത്താനാണ്. പാത്തുമ്മായുടെ ആടിൻമേടുകളൊക്കെ ഞങ്ങൾ കേകിയോൻ, മജീദ് സുഹറ ആനവാരി പൊൻകുരിശ് തോമയും എട്ടുകാലി മമ്മൂ ഞങ്ങനെ എത്ര പേരുടെ കഥകള്